ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നലെ പഠിച്ചത്? ഇന്നലെ നമ്മൾ ഭൂമിശാസ്ത്രം എന്താണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഭൂമിയുടെ ഉൽപ്പത്തിയുമായിട്ടുള്ള സിദ്ധാന്തങ്ങളും മറ്റും നമ്മൾ ഇന്നലെ ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഭൂമിയുടെ ഘടന എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. PSCയുടെ പരീക്ഷകളിലെ ഏറ്റവും ഇഷ്ട ടോപ്പിക്കുകളിലൊന്നാണ് എന്ത് ഭൂമിയുടെ ഘടന. ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് തന്നെ നമുക്കിതിനെ വിലയിരുത്താവുന്നതാണ്. നിങ്ങൾ ഈ സ്ലൈഡിലെ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ. എന്താണ് ഭൂമി അല്ലേ? ഭൂമിയുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ എന്താണെന്നും നമുക്കതിൻ്റെ വിശദീകരണമൊക്കെ നമുക്കെന്താണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഭൂമിക്ക് 3 പാളികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 3 പാളികളാണ് എന്ത്? ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്. അപ്പോൾ ഭൂമിയുടെ 3 പാളികളാണ് ഭൂവൽക്കം, മാന്റിൽ, കാമ്പ് എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ പുറമേയുള്ള പാളിയും, മാന്റിൽ എന്താണ്? ഭൂവൽക്കത്തിന് താഴെയുള്ള പാളിയും. ദെൻ കാമ്പ് എന്താണ്? ഭൂവൽക്കത്തിന് ഏറ്റവും ഉള്ളിലെ പാളിയുമാണ് എന്ത്? കാമ്പ്. ഇപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ്? എന്ത് പോയിൻ്റാണ് ആദ്യം പറയേണ്ടത്? ഭൂമിയുടെ ഘടന എന്ന് നമ്മളോട് ചോദിച്ചാൽ ഭൂമിക്ക് 3 പാളികളുണ്ട്. ആദ്യത്തെ പാളി ഭൂവൽക്കം, രണ്ടാമത്തെ പാളി മാന്റിൽ, മൂന്നാമത്തെ പാളി എന്താണ്? കാമ്പ്. ഭൂവൽക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയുടെ നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം. ഇതിനെന്താണ് 40 കിലോമീറ്റർ എന്താണ് കനമുണ്ട് അല്ലെങ്കിൽ നീളമുണ്ട്. ഇതിൻ്റെ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ്. ഈ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അപ്പോൾ എന്താണ്? ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അപ്പോൾ എന്താ? ഭൂമിയുടെ നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിന് 40 കിലോമീറ്റർ കനം അഥവാ നീളമുണ്ട്. ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഭൂവൽക്കമാണ് ഭൂമിയുടെ ആദ്യത്തെ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാണ് കേട്ടോ, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്നതാണ്. വൻകര ഭൂവൽക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. വൻകര ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരാണ് സിയാൽ. എന്താണ്? സിയാൽ. വൻകര ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? സിയാൽ. സിൽക്ക, അലൂമിന എന്നീ ധാതുക്കൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ വൻകര ഭൂവൽക്കം. അപ്പോൾ വൻകര ഭൂവൽക്കം എന്താണ്? സിൽക്ക, അലൂമിന എന്നീ പറയുന്ന 2 ധാതുക്കൾ കൊണ്ട് നിർമ്മിതമാണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് 30 km ആണ്, അഥവാ 30 കിലോമീറ്ററാണ് വൻകര ഭൂവൽക്കത്തിൻ്റെ കനം. പ്രധാന പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ ഇതിൻ്റെ കനം എന്താണ്? കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? പ്രധാന പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ വൻകര ഭൂവൽക്കത്തിൻ്റെ കനം കൂടുതലായിരിക്കും. ഇതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 2.7 gram per ഘന സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2.7 gram ഘന സെൻറ്റിമീറ്ററാണ് എന്ത്? വൻകര ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. പ്രധാന പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നിടങ്ങളിൽ എന്താണ്? വൻകര ഭൂവൽക്കത്തിൻ്റെ കനം കൂടുതലായിരിക്കും. ഇനി നമുക്ക് സമുദ്ര ഭൂവൽക്കം എന്താണെന്ന് നോക്കാം. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരാണ് സീമ. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരാണ് സീമ. സിൽക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ കൊണ്ടാണ് എന്ത്? സമുദ്ര ഭൂവൽക്കം നിർമ്മിതമായിരിക്കുന്നത്. അപ്പോൾ വൻകര ഭൂവൽക്കം എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ? വൻകര ഭൂവൽക്കം എന്തുകൊണ്ട് നിർമ്മിതമായിരിക്കുന്നു? സിൽക്ക, അലൂമിനിയം. സമുദ്ര ഭൂവൽക്കത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കനം എത്രയാണ്? 5 കിലോമീറ്ററാണ്. 5 കിലോമീറ്ററാണ് സമുദ്ര ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത്. അതിൻ്റെ സാന്ദ്രതയോ 3 gram per ഘന സെൻറ്റിമീറ്റർ. അപ്പോൾ 3 gram ഘന സെൻറ്റിമീറ്ററാണ് എന്ത്? നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. നമുക്കിനി മാന്റിൽ നോക്കാവേ. എന്താണ് മാന്റിൽ? മാന്റിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള പാളി. അപ്പോൾ എന്താണ്? ഭൂവൽക്കത്തിന് താഴെയുള്ള പാളിയാണ് മാന്റിൽ. ഇതിൻ്റെ കനം ഏകദേശം വരുന്നത് എത്രയാണ്? 2900 കിലോമീറ്റർ. മാന്റിലിൻ്റെ കനം എന്ന് പറയുന്നത് 2900 കിലോമീറ്ററാണ്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള പാളിയാണ് മാന്റിൽ. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഒരു ഭാഗമുണ്ട്. അതിനെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം എന്താണ്? ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിതലവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഇതെത്രയാണ്? 200 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. മാന്റിലിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്ത്?
അസ്തനോസ്ഫിയർ ആണ് മാൻഡിലിൻ്റെ ഒരു ഭാഗം. അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധദ്രവാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. അസ്തനോസ്ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ദുർബലമെന്നാണ്. ഇതിൻ്റെ കനം പറയുന്നത് 400 km അഥവാ കിലോമീറ്റർ. ലാവയുടെ ഉറവിടമെന്നാണ് അസ്തനോസ്ഫിയർ അറിയപ്പെടുന്നത്. ഇതിൻ്റെ സാന്ദ്രത 3.4 gram/cm ആണ്. മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്, ഉപരിമാൻഡിലും അധോമാൻഡിലും. ഉപരിമാൻഡിൽ ആൻഡ് അധോമാൻഡിൽ. മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്, ഉപരിമാൻഡിൽ ആൻഡ് അധോമാൻഡിൽ. ഓക്കെ, നമുക്ക് ഉപരിമാൻഡിൽ നോക്കാം. ഉപരിമാൻഡിൽ എന്താണ്? പുറംപാളിയാണ്. മാൻഡിലിൻ്റെ പുറംപാളിയാണ് എന്ത്? ഉപരിമാൻഡിൽ. ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സിലിക്കൺ കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ ഉപരിമാൻഡിൽ എന്താണ്? പുറംപാളിയാണ് മാൻഡിലിൻ്റെ, ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. സിലിക്കൺ എന്ന ധാതു കൊണ്ട് നിർമ്മിതമാണ് എന്ത്? ഉപരിമാൻഡിൽ. അപ്പോൾ മാൻഡിലിൻ്റെ 2 ഭാഗങ്ങളാണ്, ഉപരിമാൻഡിലും അധോമാൻഡിലും. ഉപരിമാൻഡിൽ എന്ന് പറഞ്ഞാൽ പുറംപാളിയാണ് മാൻഡിലിൻ്റെ, ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. സിലിക്കൺ എന്ന ധാതു കൊണ്ട് നിർമ്മിതമാണ്. അധോമാൻഡിൽ. ഉപരിമാൻഡിലിന് താഴെയുള്ള അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു പാളിയാണ് എന്ത്? അധോമാൻഡിൽ. അപ്പോൾ ഉപരിമാൻഡിലിന് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു പാളിയാണ് അധോമാൻഡിൽ. അധോമാൻഡിൽ എന്തിൻ്റെയാണ്? മാൻഡിലിൻ്റെ 2 വിഭാഗമുണ്ട്, അതിലെ ഒരു വിഭാഗമാണ് അധോമാൻഡിൽ. ഇനി നമുക്ക് ഭൂമിയുടെ അടുത്തൊരു പാളിയാണ് കാമ്പ്. ഈ അധോമാൻഡിലും മാൻഡിലുമൊക്കെ ഉപരിമാൻഡിലൊക്കെ എന്തിൻ്റെ ഉപവിഭാഗമാണ്? മാൻഡിലിൻ്റെ ഉപവിഭാഗം. ഈ കാമ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ 3ാമത്തെ പാളി. ആദ്യത്തെ പാളി ഭൂവൽക്കം, 2ാമത്തത് മാൻഡിൽ, 3ാമത്തത് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. 6371 കിലോമീറ്ററോളം കനമുണ്ട്. 2 ഭാഗങ്ങളുണ്ട്, പുറംകാമ്പും അകംകാമ്പും. പുറംകാമ്പ് നോക്കാം. പുറംകാമ്പ് എന്താണ്? ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. പുറംകാമ്പ് ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. അകംകാമ്പ് എന്ന് പറഞ്ഞാൽ നിഫെ എന്നാണ് അറിയപ്പെടുന്നത്. നിഫെ, അകംകാമ്പ്. ഭൂമിയുടെ 3ാമത്തെ പാളിയാണ് കാമ്പ്. ആ കാമ്പിൻ്റെ 2 വിഭാഗങ്ങളാണ് പുറംകാമ്പും അകംകാമ്പും. പുറംകാമ്പ് എന്താണ്? ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. അകംകാമ്പ് എന്താണ്? നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിക്കൽ, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് എന്താണ്? നിക്കൽ, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിതമാണ് എന്ത്? അകംകാമ്പ്. അതിനാലാണ് ഇതിന് നിഫെ എന്ന പേര് വന്നിരിക്കുന്നത്. ഓക്കെ, ഖരാവസ്ഥ. ഇതെന്താ? അകംകാമ്പ് ഖരാവസ്ഥയിൽ. അപ്പോൾ പുറംകാമ്പ് ഉരുകിയ അവസ്ഥയിൽ, പുറംകാമ്പ് ഉരുകിയ അവസ്ഥ, അകംകാമ്പ് ഖരാവസ്ഥ. ഖരാവസ്ഥയിൽ കാണപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം. അപ്പോൾ എന്താണ്? അകംകാമ്പ് ഖരാവസ്ഥയിൽ കാണപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം. ഖരാവസ്ഥയിൽ കാണപ്പെടാൻ കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് എന്താണ്? ഉയർന്ന ഒരു മർദ്ദം അനുഭവപ്പെടുന്നു, അത് കാരണമാണ്. ഇപ്പോൾ ഭൂമിയുടെ പാളിയാണ്, ലാസ്റ്റത്തെ പാളിയാണ് എന്ത്? കാമ്പ്. കാമ്പിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് പുറംകാമ്പും അകംകാമ്പും. പുറംകാമ്പ് ഉരുകിയ അവസ്ഥയിലും അകംകാമ്പ് എന്താണ്? ഖരാവസ്ഥയിലും കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? ഭൂമിയുടെ പാളികൾ പഠിച്ചു അല്ലേ? ഫസ്റ്റത്തെ പാളി ഭൂവൽക്കം, 2ാമത്തെ പാളി മാൻഡിൽ, 3ാമത്തെ പാളി എന്താണ്? കാമ്പ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.